ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹീറോൻ്റെ പാഷൻ പ്രോയാണ് വണ്ടി. നമ്മൾ ടെസ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് അഴിക്കണതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കി. ഞാനിപ്പോൾ ഫുള്ളായിട്ട് അഴിച്ച് പീസാക്കിയിട്ടില്ല. നിലവിൽ നമുക്ക് പെയിൻറ്റിങ്ങിന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് പീസാക്കിയിട്ടാണ് അടിക്കുകയുള്ളൂ. പക്ഷേ നമുക്ക് അഴിക്കും മുമ്പ് ഏകദേശം നമുക്ക് വണ്ടിക്ക് എത്ര ചിലവ് വരുമെന്ന് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമ്മൾ അറിയേണ്ട അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഏകദേശം ഈ ഒരു അവസ്ഥയിലേക്ക് അഴിച്ചിട്ട് ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ അത് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. കാരണം റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്ക് അതനുസരിച്ച് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് അഴിക്കും. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫുള്ളായിട്ട് അഴിച്ചടിക്കുന്ന കണ്ടീഷനിലുള്ളൊരു വീഡിയോ. അതേപോലെ തന്നെ നമ്മളിത് അഴിച്ചടിക്കും. ഞാനിപ്പോൾ അഴിച്ച് കഴിഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്ന് രണ്ട് കുറച്ച് പാർട്സുകളൊക്കെ ഡാമേജുള്ള പാർട്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാം, ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിലവിൽ നമുക്ക് അതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് വരുന്ന ലേഡീസിൻ്റെ ഫുഡ് റെസ്റ്റ്, ഈ ഭാഗത്ത് വരുന്ന ലേഡീസ് ഫുഡ് റെസ്റ്റ് പറഞ്ഞ് പോയിട്ടുണ്ട്. അത് നമ്മൾ പിടിപ്പിക്കണം. ഈ ഫുഡ് റെസ്റ്റ് നമുക്ക് മാറ്റേണ്ട അത്യാവശ്യമാണ്. വയറിംഗ് കിറ്റ് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ വയറിംഗ് കിറ്റ് നമുക്ക് മാറ്റി പുതിയ വയറിംഗ് കിറ്റ് നമുക്ക് കയറ്റണം. കാരണം ഓൾറെഡി നമുക്ക് കംപ്ലൈൻറ്റ് ഉണ്ട്. സ്വിച്ചിൻ്റെ ഭാഗം നമ്മൾ എസ്റ്റിമേറ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം സ്വിച്ച് ഒന്ന് നോക്കാം. ക്ലിയർ ആയി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ മാറ്റിയിട്ടാൽ മതി. തൽക്കാലത്തേക്ക് ഞാൻ സ്വിച്ച് ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിനകത്ത് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ മാറ്റേണ്ടതായിട്ട് വരും. പിന്നെ ഫ്രണ്ട് മൺഗാർഡിൻ്റെ ഭാഗം നോക്കുമ്പോൾ ബാക്ക് സൈഡ് ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഈ ഭാഗം കുറച്ച് അടർന്നു പോയിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കിലാണ്, പ്രശ്നമുള്ള കേസല്ല, ജസ്റ്റ് ഞാൻ കാണിച്ചു എന്നുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ ബോഡി പാർട്സുകൾ, കുറച്ച് പാർട്സുകൾ ഡാമേജ് ഉള്ളതുണ്ട്. അത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ബാക്കിലേക്ക് വരുന്ന ഈ റിയർ കൗൾ സെറ്റ്, അതിൻ്റെ സെൻറ്റർ ഭാഗം രണ്ടും അടർന്നു പോയതാണ്. ഈ ഭാഗത്ത് അടിഭാഗം രണ്ടും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കേണ്ട അത്യാവശ്യം. അതേപോലെ തന്നെ വൈസർ സെറ്റും പൊട്ടിയിരിക്കണമാണ്. ഇവിടെയൊക്കെ ഓൾറെഡി പൊട്ടിയിട്ടുണ്ട്. ഈ ഭാഗം പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്ക് മാറ്റിയിടാം. സൈഡ് കവറിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ സൈഡ് കവർ ഇവിടെ ഈ കവർ അടിഭാഗം പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ സൈഡ് പൊട്ടിയിട്ടുണ്ട്, ഇവിടെ പൊട്ടിയിട്ടുണ്ട്. തന്നെയല്ല അതിൻ്റെ ഇവിടെ വരുന്ന ലോക്ക് കടന്നു പോയേക്കാം. അതേപോലെ തന്നെ ഈ കവർ പൊട്ടിയിട്ടില്ല, പക്ഷേ ഇവിടെ വരുമ്പോൾ ആ ലോക്ക് ഇവിടുന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ സെറ്റായിട്ട് മേടിക്കാൻ കിട്ടും. അതങ്ങനെ മേടിച്ച് മാറ്റണമായിരിക്കും നല്ലത്. അപ്പോൾ അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹീറോ ഹോണ്ടയുടെയാണ് നമുക്ക് ഇരിക്കുന്ന പാർട്സുകൾ. ഓൾറെഡി നമുക്ക് അതിൻ്റെ വരുന്ന പാർട്സുകൾ ഓൾറെഡി നമുക്ക് മേടിക്കാൻ കിട്ടുന്നില്ല. നമ്മൾ അന്വേഷിച്ചിട്ടും നിലവിൽ കിട്ടാനില്ലാത്തൊരായിട്ടാണ് ഈ ഇത്. അപ്പോൾ ഒറിജിനൽ പാർട്സ് കിട്ടില്ല. അത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് വെച്ചിട്ട് തന്നെ പെയിൻ്റ് അടിച്ച് നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഈ രണ്ട് ഐറ്റം, അതായത് ഈ റിയർ കൗൾ സെറ്റ് എന്ന് പറയുന്ന ഈ പീസും സൈഡ് കവറും നമുക്ക് അങ്ങനെ എടുക്കാനാണ് പറ്റുള്ളൂ. വൈസർ നമുക്ക് ഒറിജിനൽ മേടിക്കാൻ കിട്ടുന്നുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ട് വന്നതിൽ വൈസർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും താൽക്കാലികമായിട്ടാണ് കിട്ടുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും ബ്ലോക്ക് ആവും. കാരണം പഴയ പാർട്സുകളൊക്കെ ഓൾറെഡി നിർത്തി വരാണ് കമ്പനി. അപ്പോൾ അതും പ്രകാരം നമുക്ക് വൈസർ കിട്ടും. ഈ ഭാഗങ്ങൾ നമുക്ക് കിട്ടില്ല. അത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വെക്കാൻ തന്നെ തരുള്ളൂ കേട്ടോ. അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കണേ. പിന്നെ അതേപോലെ സീറ്റ് കവർ അടിക്കാനുണ്ട്, ടാങ്ക് ബാഗ് മാറ്റാനുണ്ട്. പിന്നെ ഫുള്ളായിട്ട് വാട്ടർ സർവീസ് ചെയ്തിട്ട് വേണം നമുക്ക് കയറ്റാനായിട്ട്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ഓരോ ഇൻഡിക്കേറ്ററുകൾ, ഈ ഇൻഡിക്കേറ്റർ ഫേഡായി പോയിട്ടുണ്ട്. ഇത് വലിയ പഴക്കം തോന്നുന്നില്ല. അപ്പോൾ ഇൻഡിക്കേറ്റർ ജസ്റ്റ് ഒന്ന് പഫ് ചെയ്ത് നമുക്ക് എടുക്കാം, ഒന്ന് പോളിഷ് ചെയ്തൊക്കെ എടുക്കാം. ഈ ഇൻഡിക്കേറ്റർ എന്തെങ്കിലും മാറ്റേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും. ഫ്രണ്ടിലൊരു ഇൻഡിക്കേറ്റർ ഓൾറെഡി കംപ്ലൈൻ്റ് ഉണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് അസംബ്ലിയൊക്കെ നമുക്ക് നല്ലതാണ് കാണുന്നത്, വലിയ പ്രോബ്ലം തോന്നണില്ല. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പഫ് ചെയ്ത് നമുക്ക് തെളിമയാക്കി എടുക്കാം കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഓവറോൾ കണ്ടീഷൻ. ഞാനിപ്പോൾ ഫുള്ളായിട്ട് അഴിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അഴിക്കും മുമ്പ് ഒരു എസ്റ്റിമേറ്റ് നമുക്ക് ആക്കേണ്ട അത്യാവശ്യമാണ്. കാരണം നമുക്ക് ഏകദേശം എത്ര രൂപ ചിലവ് വരുമെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ആ രീതിയിൽ ചെയ്യാനായിട്ട്. മൊത്തം പീസാക്കി ഇട്ടിട്ട് നമ്മളതിനകത്ത് എമൗണ്ടിലൊരു കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും അതിൻ്റെ കോസ്റ്റിൽ വേരിയേഷൻ കാര്യമായിട്ട് വ്യത്യാസത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ കൃത്യമായിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് പറയണതിൻ്റെ കേസ്. ഫുൾ പീസാക്കി അടിക്കുമ്പോഴും മറ്റേപാട് നിർത്തി അടിക്കുമ്പോഴും പെയിൻറ്റിങ്ങിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. റേറ്റിലും വ്യത്യാസം വരും. അപ്പോൾ പുത്തൻ വണ്ടി പോലെ നമുക്ക് ഇറങ്ങും. നല്ല രീതിയിൽ നമ്മൾ അഴിച്ചടിക്കുകയാണെങ്കിൽ പുതിയ വണ്ടി എങ്ങനെയാണോ ആ കണ്ടീഷനിൽ നമുക്ക് ഇറങ്ങി കിട്ടും. മറ്റേപാട് അടിക്കുമ്പോൾ ടെസ്റ്റ് വർക്കിന് വേണ്ടി മാത്രമായിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള പോരായ്മകളുണ്ടാവും. ഇത് ക്ലിയറായിട്ട് തന്നെ ചെയ്തോന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്നാലും നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് തന്ന് അതിൻ്റെ പെർമിഷൻ മേടിച്ചിട്ടാണ് സാധാരണ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വീഡിയോ അയച്ചു തന്നെയാണ്. കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഞാൻ എന്തായാലും വണ്ടി അഴിക്കുകയാണ്, ചെയ്തോളം പറഞ്ഞതും പ്രകാരം നമ്മളത് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് എൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് അയച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒരു എസ്റ്റിമേറ്റ് തന്നേക്കാം. അതിനകത്ത് പാർട്സുകളുടെ റേറ്റിലൊക്കെ ചിലപ്പോൾ വേരിയേഷൻസ് വന്നേക്കാം. ഒരല്പം വ്യത്യാസം നമ്മൾ റഫായിട്ട് ഇട്ടാണ്. ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ ഇച്ചിരി വേരിയേഷൻ ഇച്ചിരി കൂടാം. അതൊക്കെ എന്നാലും ഓവറോൾ നമുക്ക് എത്ര വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇട്ടാണ്. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. ഓക്കെ, നമുക്കിപ്പോൾ വണ്ടി വർക്കിന് ഇപ്പോൾ നാളെ പെയിൻറ്റിങ്ങിലേക്ക് കയറും. നാളെ പെയിൻറ്റിങ്ങിലേക്ക് കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു 15-ാം തീയതിക്കുള്ളിൽ തരാൻ പറ്റുമെന്നാണ് വിചാരിക്കണേ. 15-ാം തീയതിയൊക്കെ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നോക്കിയിട്ട് അറിയിക്കാം.
പിന്നെ അതേപോലെ നമ്പർ പ്ലേറ്റൊക്കെ പഞ്ച് ചെയ്യാണ്ട് സ്റ്റിക്കർ സെറ്റ് ഫുള്ള് മാറ്റിയിട്ടുള്ളൂ. അപ്പോൾ പുതിയ വണ്ടി അങ്ങനെ ഇറങ്ങും ആ രീതിയിലാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും അതിനകത്തൊരു കൺഫ്യൂഷനോ അപ്ഡേഷനോ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ കോൺടാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിലും വീഡിയോസും എസ്റ്റിമേറ്റും വാട്സാപ്പിലേക്ക് ഓൾറെഡി വരും. അത് കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതേപോലെ തന്നെ നമുക്ക് പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലേക്കൊക്കെ കൊടുക്കുമ്പോഴും പാർട്സ് നമുക്ക് അഡീഷണൽ ബുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സ്പെയർ കുറച്ച് എടുക്കേണ്ടതായിട്ടൊക്കെ വരും. സ്റ്റിക്കർ സെറ്റ്, നമ്പർ പഞ്ചിങ് ഒക്കെ നമുക്ക് അഡീഷണൽ എടുക്കേണ്ട വർക്കാണ്. അപ്പോൾ നമുക്ക് അഡീഷണൽ അഡ്വാൻസ് പേയ്മെൻറ്റൊക്കെ നമുക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും. ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അതും പ്രകാരം നോക്കിയിട്ട് അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്തേക്കാം. ഓക്കെ.